നമ്മുടെ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട്. വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ഇതാ അവൾ നാട് വിട്ടുപോകുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോ ഷാജിദയുടെ അയൽവക്കത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എടുത്ത് ഇട്ട വീഡിയോ ആണ്. ഇത് കണക്ക് പോലീസ് വന്നു അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. ഷാജിദ ഉണ്ടെങ്കിൽ വീട് മാറിയതാണ്. ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് വേറെ വീട് എടുത്ത് താമസം മാറിയതാണ്. ആ ഒരു വീഡിയോ ആണ് എടുത്തിട്ട് അയൽവക്കക്കാരനുണ്ടെങ്കിൽ ഇത് കണക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു, ചന്ദനം കടത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഷാജിദ ഈ ഒരു വ്യക്തിയുടെ അച്ഛൻ മരിച്ച സമയത്ത് മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്ക്. ഉരുകി ചത്തിലടാ നിന്റെ തന്ത, ഉരുകി ചത്തില്ലടാ നിന്റെ താതൻ ഉണ്ടാക്കിയതല്ലടാ. അത് കബീറിന്റെ വിത്തുകളുടെ, അത് കബീറിന്റെ വിത്തുകൾ. ഈ 5 എണ്ണം കബീറിന് ഉണ്ടാക്കിയത് അല്ല, നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിരഞ്ഞുണ്ടാക്കിയതല്ലടാ. ഓക്കെ, കബീർ നിന്റെ അമ്മ അറക്കാൻ വന്നപ്പോ കാതറിന്റെ കൂടെ ഓടി വന്നതല്ലടാ. അതുപോലെ അല്ലടാ ഇത് ഉണ്ടാക്കിയത്. അന്തസായി പിടിച്ചുണ്ടാക്കിയത്, അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ഓടി വന്ന പോലെ അല്ലടാ പുല്ല. നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വെട്ടാൻ പോയ കാതർക്കാരന്റെ കൂടെ വന്ന ചരിത്രം അല്ല എനിക്ക്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഷാജിദ ഈ ഒരു പുള്ളിക്കാരൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഇതേ കണക്കാണ് വീഡിയോ ഇട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്ര മോശമായിട്ടുള്ള രീതി അമ്മയും അവർ മരിച്ചുപോയ വ്യക്തിയൊക്കെയാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരു പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എല്ലാവരും ഷാജിദ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും കാണുന്നത് അവൾ പറയണ പറച്ചത് എന്തെല്ലാം എന്ന് നിങ്ങളെല്ലാവരും അറിയണം. എൻ്റെ മരിച്ചുപോയ ഉപ്പാനെയും എൻ്റെ പെങ്ങന്മാരെയും ഉമ്മാനെയും എന്തെല്ലാം വർത്താനം അവൾ പറയണം. ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ? ഷാജി നീ വെയിറ്റ് ചെയ്തിട്ടോ. ഇതിനുള്ള മറുപടി നമുക്ക് 100ഓളം മറുപടികൾ വരും. നീ വെയിറ്റ് ചെയ്യും. പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ നെഞ്ഞുരുകി ഞാൻ കൊന്നു നെഞ്ഞുരുകി ചത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഉപ്പാക്ക് സത്യം പറഞ്ഞാൽ സൈലന്റ് അറ്റാക്കാണ്. എൻ്റെ ഉപ്പ രാത്രി 8:30 ആകുമ്പോൾ പണിക്ക് പോയി. 9:30 ആകുമ്പോഴത്തേനും എൻ്റെ ഉപ്പ മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയില്ല, അതിന് മുന്നേ മരിച്ചു. ജീവിതമാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഷാജിയ, നിന്നെപ്പോലത്തെ പ്രശ്നങ്ങൾ എന്തായാലും എൻ്റെ കുടുംബത്തിലില്ല. എൻ്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സമാധാനമല്ല. എൻ്റെ ഇപ്പോൾ പോയത് വേറൊരു കാര്യം. ഇപ്പോൾ പോയതിൻ്റെ പിന്നാലെ നിൻ്റെ ഈ പറച്ചിൽ വേറെ. എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. അവൾ ഇന്നെല്ലാം വർത്താനം പറഞ്ഞ് അപ്പം തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായി. ഇപ്പോൾ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. നിനക്കിതിനുള്ളത് ഷാജി നിനക്ക് ഉറപ്പായി. ഈ ഒരു വീഡിയോ കണ്ടില്ലേ, ഇതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് തനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട്. അതുപോലെ തന്നെ തൻ്റെ ഉമ്മയ്ക്കും ഇത് കാരണം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ആശുപത്രിയിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം ഷാജിദ ആ ഒരു സമയത്തിട്ട് വീഡിയോ കാരണമായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് ഈ ഒരു മകനും അതുപോലെ തന്നെ ഉമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഒരു വ്യക്തിക്ക് ഷാജിദയ്ക്കെതിരെ ദേഷ്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോയിൽ എടുത്തു വെച്ചത് കണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഷാജിദ അങ്ങനെ പോലീസ് പിടിച്ചതൊന്നും തന്നെയല്ല. പക്ഷേ ഈ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ കേസ് കൊടുക്കാനുള്ള എല്ലാ അർഹതയുണ്ട്. കാരണം അങ്ങനെ വീഡിയോ കിട്ടിയത് കണക്ക് മരിച്ചുപോയ ഒരു വ്യക്തിയൊക്കെ കുറ്റം പറയുക, അതുപോലെ തന്നെ ഉമ്മയെ കുറ്റം പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഷാജിദ് ഇത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചെയ്യാറില്ല. സ്വന്തം ഉമ്മയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോഴാണോ ഇവരെക്കുറിച്ചൊക്കെ. സോ എന്തായാലും ഈ ഒരു ഇപ്പം സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷാജിദയെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ഫേക്കായിട്ടുള്ള ന്യൂസാണ്. അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല.